ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു പുതിയ മൈക്ക് വാങ്ങി അത് കാണിക്കാനാണ് വന്നിരിക്കുന്നത്. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. മൈക്ക്, പേപ്പർ, പെട്ടി, ഇതാണ് നമ്മുടെ സാധനം. വാറണ്ടി കാർഡ്, ഗ്രാനാറോ S11 Pro. S11 Pro എന്ന് പറഞ്ഞാൽ ഒരു മൈക്ക്, S13 Pro എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ രണ്ടെണ്ണം കിട്ടും. ഇന്റർവ്യൂ പോലെ ഒരാൾക്കൊന്ന് മറ്റൊരാൾക്കൊന്ന് അങ്ങനെയൊക്കെ കിട്ടും. ഈ കേസിലാണ് സാധനം പറഞ്ഞത്. ഇത് എൻ്റെ റിസീവർ, ഫോണിൽ കൊടുക്കാണ്ട. ഇത് മൈക്ക്, ഇത് കേസ്, സെയിൽ പോലും പൊട്ടിച്ചിട്ടില്ല. ഇതൊക്കെയാണ് ചാർജ് കയറുന്നത്. കേസിൽ നിന്ന് ഒരു സ്വിച്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനിയുള്ള നമ്മളെ വീഡിയോസ് ഈ മൈക്ക് വഴിയായിരിക്കും ചെയ്യുന്നത്. ഇവിടെ ഒന്നാമത് ഭയങ്കര നോയ്സും കാര്യങ്ങളാണ്. അപ്പുറത്ത് മണ്ണിടിക്കുന്നത്, കോൺട്രാക്ടറിന്റെ പണി, മറ്റേ പണി, മാഴ്ച പണി, പഞ്ചായത്തിന്റെ പണി, മരം വെട്ട്, മരം മുറിപ്പ്, കോഴി, കാക്ക, എല്ലാത്തിൻ്റെയും നോയ്സ് ഭയങ്കരമാണ്. അതുകൊണ്ടാണ് പിന്നെ ഒരു മൈക്ക് വാങ്ങിച്ചത്. ഇനി ഇതാണ് പെട്ടി. പെട്ടിക്കകത്തതാ എന്തോ ഇതും കൂടെയുണ്ട്. ഇതിലെന്തോന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യേണ്ട കേബിള്, ചാർജ് ചെയ്യേണ്ട കേബിള്, ടൈപ്പ് സി കേബിള്, ലൈറ്റനിങ് ഫോർ ആൻഡ്രോയിഡ്, ലൈറ്റനിങ് കണക്ഷൻ ഫോർ ഐഫോണ്, ആൻഡ് ഈ സി ടൈപ്പ്, ദിസ് ഈസ് ഫോർ ആൻഡ്രോയിഡ്. when it is connected to in iPhone, it will connect like this and connect it to iPhone, but here no any option to connect it to camera or DSLR like. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു ക്യാമറ, മൈക്ക്. ഓക്കെ, ഇവിടെ ഡിജിറ്റലി കാണിക്കും കേട്ടോ ചാർജ് എത്ര ശതമാനം ഉണ്ടെന്ന്. പിന്നെ റിസീവറിന് ചാർജ് ഒന്നും ചെയ്യണ്ട. അതുകൊണ്ട് പക്ഷെ എങ്കിലും ഇതിലൊരു സി പോർട്ട് ഉണ്ട് ചാർജ് ചെയ്യാൻ. കാണാൻ പറ്റുന്നുണ്ടോ? അത് നമ്മൾ ഫോണിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഫോണിൽ ചാർജ് കുറവാണെങ്കിൽ ഇതും കൂടി കണക്ട്, അപ്പോൾ ഫോൺ ഇതും കൂടി ഒന്ന് ചാർജ് ആവും. അതിനുള്ള റിസീവറിലുള്ള ആ പോയിന്റ്, ലൈറ്റനിങ്, സി കേബിള്, ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കാം. അതിന് മുമ്പ് ഞാൻ ഇപ്പം യൂസ് ചെയ്യണ മൈക്ക് ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ഈ നോയ്സ് ഒന്നും ക്യാൻസൽ ചെയ്യൂല. ഇതിൻ്റെ ഉപയോഗം നമ്മൾ നോർമലി ക്യാമറ മൈക്കിൽ റെക്കോർഡ് ചെയ്യണ പോലെ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു 10
മീറ്റർ ഡിസ്റ്റൻസ് കിട്ടുമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് പിന്നെ വേറെ വാങ്ങിച്ചത്. ഇനി അത് കണക്ട് ചെയ്തിട്ട് നോക്കാം, അതിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ ക്വാളിറ്റിയും നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് പുതിയ ഗനാറോ മൈക്കിൻ്റെ ഗനാറോ S11 Pro മൈക്കിൻ്റെ സൗണ്ടാണ്. സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി അതിന് 3 സ്റ്റെപ്പ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ടാപ്പ് 1, ഇപ്പോൾ കുറച്ച് നോയ്സ് ക്യാൻസൽ ആവുന്നുണ്ടാവും. അത് ഫസ്റ്റ് സ്റ്റെപ്പ് 1 നോയ്സ് ക്യാൻസലേഷൻ. അടുത്ത് സ്റ്റെപ്പ് 2 നോയ്സ് ക്യാൻസലേഷൻ. മൈക്ക് എടുത്ത് കാണിച്ചു തരാം. ഞാൻ കണ്ട അടുത്ത് 3ാമത്തെ പ്രസ് ചെയ്യുമ്പോൾ അത് 3 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യും. ഇപ്പോൾ സ്റ്റെപ്പ് 3 നോയ്സ് ക്യാൻസലേഷൻ ആണ്. ഇപ്പോൾ ഏകദേശം നോയ്സും ഇത് ക്യാൻസൽ ചെയ്യും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ റിവർബ് ഓപ്ഷൻ ഉണ്ട്, മ്യൂട്ട് ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി തൊട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നത് ഈ മൈക്കിലായിരിക്കും. ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ. ഈ വാങ്ങിച്ച മൈക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ശരി, ഓക്കെ. അപ്പോൾ നമുക്കിനി തുടർന്നുള്ള വീഡിയോകളിലേക്ക് കാണാം. അതുവരേക്കും ബൈ.